മക്കളെ, കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ തേർഡ് റൗണ്ട് അലോട്ട്മെൻറ്റിൻ്റെയും ആർക്കിടെക്ചർ കോഴ്സുകളുടെ സെക്കൻഡ് റൗണ്ട് അലോട്ട്മെൻറ്റിൻ്റെയും ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗിൻ്റെ തേർഡ് റൗണ്ടിനും ആർക്കിടെക്ചറിൻ്റെ സെക്കൻഡ് റൗണ്ടിനും ഇത് ഓഗസ്റ്റ് 5 സ്റ്റാർട്ട് ചെയ്തു. ഈ അലോട്ട്മെൻറ്റ് ഗവൺമെൻറ് കോളേജിലും ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളിലും ഓട്ടോണോമസ് കോളേജുകളിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് നടത്തുന്ന അവസാന അലോട്ട്മെൻറ്റാണ്. അതായത് എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന അവസാന അലോട്ട്മെൻറ്റാണ്. ഇനി ഇതിന് ശേഷം സീറ്റ് ബാക്കി വന്നാൽ ഗവൺമെൻറ് കോളേജുകളിൽ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറും സർക്കാർ കോസ്റ്റ് ഷെയറിംഗ് അതേപോലെ ഓട്ടോണോമസ് അതേപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അതാത് കോളേജുകളും സർക്കാർ ഉത്തരവിനനുസരിച്ച് സ്പോട്ട് അഡ്മിഷൻ വഴിയാണ് ഇനി സീറ്റ് ഫില്ല് ചെയ്യുക. അതായത് ഒഫീഷ്യലി നടത്തുന്ന ലാസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റ് എഞ്ചിനീയറിങ്ങിന്. ഈ ഘട്ടത്തിൽ പ്രത്യേകത, ഈ ഘട്ടത്തിൽ പുതിയതായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. മൂന്നാം ഘട്ടത്തിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പുതിയതായിട്ട് ഓൺലൈൻ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതായത് പ്രവേശന കമ്മീഷണർ അതായത് എൻട്രൻസ് കമ്മീഷണർ പ്രസിദ്ധീകരിച്ച എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആർക്കും ഇപ്പോൾ പുതിയതായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. അതിന് ce.kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറി ഓഗസ്റ്റ് 5 തുടങ്ങി ഓഗസ്റ്റ് 7 വൈകിട്ട് 5 മണി വരെ ഓപ്ഷൻ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇനി ആർക്കിടെക്ചർ കോഴ്സിലേക്ക് ഓപ്ഷൻ കൺഫർമേഷനും റീഅറേഞ്ച്മെൻറ്റും ഉണ്ട്. ആർക്കിടെക്ചർ കോഴ്സിന് മുൻഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് പ്രകാരം അഡ്മിഷൻ കിട്ടിയവരും ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവരും അവരുടെ ഓപ്ഷൻ ഈ റൗണ്ടിൽ പരിഗണിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം. ഓപ്ഷൻ വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടാത്തത് ഒഴിവാക്കുകയും ചെയ്യാം. ഇതിനുള്ള സൗകര്യവും സെയിം ടൈം തന്നെയാണ് ഓഗസ്റ്റ് 7 വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് ആ ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കും. മുൻ റൗണ്ടുകളിൽ അലോട്ട്മെൻറ്റ് പ്രകാരം അഡ്മിഷൻ നേടിയവരെയും ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവരെയും ഈ ഘട്ടത്തിൽ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കണമെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തണം. അതേപോലെ ആർക്കിടെക്ചറിന് ഓപ്ഷൻ കൺഫർമേഷനും റീഅറേഞ്ച്മെൻറ്റും ഒക്കെ നടത്താം. അപ്പോൾ ഈ റൗണ്ടിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താത്തവരെയും അല്ലെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ നടത്താത്തവരെയും ഒന്നും ഈ റൗണ്ടിൽ പരിഗണിക്കില്ല. എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് ആദ്യ റൗണ്ടുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടി, എന്നാൽ ഈ ഘട്ടത്തിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തില്ല എന്ന് വിചാരിക്കുക. മുമ്പൊരു സീറ്റ് കിട്ടി, ഈ റൗണ്ടിൽ നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തില്ല എന്ന് വിചാരിക്കുക. അതേപോലെ ആർക്കിടെക്ചർ കോഴ്സിന് ഓൾറെഡി സീറ്റ് കിട്ടി, നിങ്ങൾ കൺഫർമേഷൻ നടത്തിയില്ല, റീഅറേഞ്ച്മെൻറ്റ് നടത്തിയില്ല എങ്കിൽ നിങ്ങൾക്ക് മുമ്പ് കിട്ടിയ സീറ്റ് അവിടെ തന്നെ ഉണ്ടാവും. എഞ്ചിനീയറിംഗിന് കിട്ടിയ ആൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തില്ലെങ്കിൽ ആ പഴയ സീറ്റ് അവിടെ തന്നെ ഉണ്ടാവും. ആർക്കിടെക്ചറിന് പഴയൊരു സീറ്റ് കയ്യിലുണ്ട്, ഇപ്പം നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആ സീറ്റ് അവിടെ ഉണ്ടാവും. ഈ റൗണ്ടിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിശ്ചിത സമയത്തിനകം അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ആ കോളേജിൽ അല്ലെങ്കിൽ ആ കോഴ്സിന് പോയി രജിസ്റ്റർ ചെയ്യണം, പോയി ജോയിൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. ചെയ്തിട്ടില്ലെങ്കിൽ മുൻ റൗണ്ടിലെ സീറ്റും പോവും, ഈ റൗണ്ടിലെ സീറ്റും പോവും. മാത്രമല്ല ഇവരുടെ ഹയർ ഓപ്ഷൻസ് എല്ലാം റദ്ദാവുകയും ചെയ്യും. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ ഒരു സീറ്റ് കിട്ടി, സെക്കൻഡ് റൗണ്ടിൽ ഒരു സീറ്റ് നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയില്ലെങ്കിൽ ആ ഫസ്റ്റ് റൗണ്ടിലെ സീറ്റ് അവിടെ ഉണ്ട്. സെക്കൻഡ് റൗണ്ടിൽ പിന്നീട് നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയാൽ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് റൗണ്ട് ക്യാൻസൽ ആവും. സെക്കൻഡ് റൗണ്ടിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ അതും ക്യാൻസൽ ആവും. മാത്രമല്ല അടുത്ത റൗണ്ടിൽ നിങ്ങളെ പരിഗണിക്കുകയില്ല. ഇനി അതിൻ്റെ ഷെഡ്യൂൾ നോക്കുക. ഓഗസ്റ്റ് 5 എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുന്നതിനും ഓപ്ഷൻ രജിസ്ട്രേഷനാണ്. ആർക്കിടെക്ചർ കോഴ്സിൽ ഓപ്ഷൻ രജിസ്ട്രേഷനും അല്ലെങ്കിൽ കൺഫർമേഷനും ഉണ്ട്, റീഅറേഞ്ച്മെൻറ്റും ഉണ്ട്. പുതിയതായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ. ഇനി അത് 7 വരെ ഉണ്ടാവും. 7 കൊണ്ട് അത് അവസാനിക്കും. 8 പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരും. 9 ഫൈനൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസാണ്. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് ഈ ഘട്ടത്തിൽ പുതിയതായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി, അതായത് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന കുട്ടികളും കഴിഞ്ഞ ഏതെങ്കിലും റൗണ്ടിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അഡ്മിഷൻ എടുക്കാത്തവരും ആദ്യമായിട്ട് ചെയ്യുന്നവരും മുമ്പ് കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുത്തി നിൽക്കുന്നവരും ഈ രണ്ട് കൂട്ടരും എന്ത് ചെയ്യണം? 2000 രൂപ എൻട്രൻസ് കമ്മീഷണർക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് കൊടുക്കണം. ഇനി കുട്ടിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അത് ട്യൂഷൻ ഫീസിൽ അത് വകയിരുത്തിക്കൊള്ളും. ഇനി അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ അത് റീഫണ്ട് ആയിക്കോളും. നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽ അവിടെ കൊടുത്താൽ മതി. ഇനി SC ST OEC കാൻഡിഡേറ്റ്സിനൊക്കെ ആ ഫീസിൽ ഇളവുണ്ടാവും. അതേപോലെ തന്നെ അതിൽ പറഞ്ഞിരിക്കുന്നത് അവർ ഓപ്ഷൻ രജിസ്ട്രേഷനായിട്ട് 500 രൂപ അടച്ചാൽ മതി. അത് ഇവരുടെ കോഷൻ ഡെപ്പോസിറ്റിൽ കുറവ് വരുത്തിക്കോളും. അതുപോലെ ശ്രദ്ധിക്കുക, ഈ റൗണ്ടിൽ പുതിയതായിട്ട് കൂട്ടിച്ചേർത്ത കോഴ്സുകളും കോളേജുകളും നോക്കുക. അതിൽ ഓരോ കോളേജുകളും അവിടെ ഏതൊക്കെ കോഴ്സാണോ ഉള്ളത്, അവിടെ എത്ര സീറ്റ് ഉണ്ട് എന്നുള്ളത് ഞാൻ ഈ ലിസ്റ്റിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏകദേശം കുറേ കോളേജുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ കോളേജും കാണാം. ഞാനിത് ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഞാനത് സ്ലോയിൽ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അവിടുത്തെ കീമിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം ആ ഫുൾ ലിസ്റ്റ് കിട്ടുകയും ചെയ്യും. ആ ലിസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ പുതിയ കോളേജും പുതിയ കോഴ്സും ഒക്കെ ആഡ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഏകദേശം 19ഓളം കോഴ്സാണ് പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്.
അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പുതിയതായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാത്തവരെയും പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യണം. മേലെയുള്ള ഓപ്ഷൻസ് ഉണ്ടാവില്ല, പുതിയതായിട്ട് തന്നെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം. അതുപോലെ ആർക്കിടെക്ചർ കോഴ്സുകളിലേക്ക് കൺഫർമേഷനും റീഅറേഞ്ച്മെൻറ്റും നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി, പക്ഷേ കൺഫർമേഷൻ നിർബന്ധമായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യാത്തവരെ ഈ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. അതുപോലെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലെ സീറ്റ് വർധനവ്, പുതിയതായി അനുവദിച്ച കോഴ്സുകൾ എന്നിവ സംബന്ധിച്ച് ഉത്തരവ് വെബ്സൈറ്റിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു. നോട്ടിഫിക്കേഷനിൽ അത് ഡീറ്റെയിൽ കോളേജ് ഏതാണ്, കോഴ്സ് ഏതാണ്, എത്ര സീറ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മൈനോറിറ്റി സീറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സീറ്റ്, ട്രസ്റ്റ് കോട്ട സീറ്റുകളിലേക്ക് അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ആർക്കിടെക്ചർ കോഴ്സിലെ സെക്കൻഡ് റൗണ്ട് അലോട്ട്മെൻറ്റ് ഓപ്ഷൻ കൺഫർമേഷൻ സമയത്ത് അതത് കോളേജുകളിലെ മൈനോറിറ്റി സീറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സീറ്റ് അല്ലെങ്കിൽ ട്രസ്റ്റ് കോട്ട സീറ്റിലേക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമാണ് അവരെ ആ അലോട്ട്മെൻറ്റ് പരിഗണിക്കുക അല്ലെങ്കിൽ ആ സീറ്റിലേക്ക് പരിഗണിക്കുക. അതും ശ്രദ്ധിക്കുക. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.